ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു കൊണ്ടാട്ടമാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ സൂപ്പർ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം സോയ, വലിയ സോയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കുക, കാരണം അതിനകത്ത് വല്ല പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊക്കോളും. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതേപോലെ തിളച്ച് വന്ന് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഒന്ന് അടച്ചു വെച്ചു. ഇനി നമ്മൾക്ക് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം വെള്ളമെല്ലാം പിഴിഞ്ഞൂറ്റി കട്ട് ചെയ്യണം. ഇനി നമ്മൾക്ക് വേണ്ടത് അതിലേക്കൊരു മസാല, അതായത് കൊണ്ടാട്ട മുളക് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 8ഓളം കൊണ്ടാട്ട മുളക് എടുത്തിട്ടുണ്ട്. അതായത് പിരിയൻ മുളകാണ്, കാശ്മീരി, അത്യാവശ്യം എരിവൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും മുളക് എടുത്തത്. അതൊന്ന് എണ്ണയിലൊന്ന് ശരിക്കൊന്ന് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതേമാതിരി എടുക്കുക. ഇനി നമ്മളതൊന്ന് ഒരു പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരല്പം കല്ലുപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതിയാകും. ഇതേപോലെ തരിതരിയായിട്ട് തന്നെ കിട്ടണം. അപ്പോഴാണ് കറിക്ക് നല്ല ഭംഗിയും രുചിയും ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് വേണ്ടത് 1.5 മുറി സവോളയും അത്ര തന്നെ തക്കാളിയും 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് ചതച്ചതും. ഇനി അതേ ചീനിച്ചട്ടിയിൽ ഒരല്പം എണ്ണ അതിലുണ്ട്. അതിലേക്ക് നമ്മൾ ആ 1.5 തക്കാളി ഇതേപോലെ പൊടിയെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് ശരിക്കും നമ്മളൊന്ന് വഴറ്റിയെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ കൊണ്ടാട്ടത്തിൽ സോസ് ചേർക്കും. സോസിന് പകരം നമ്മൾക്ക് ഇതേപോലെ ഉണ്ടാക്കി ചേർത്താലും മതി. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് തിളച്ച് വേവട്ടെ. ഇനി അതിലേക്ക് ഒരു അല്പം പഞ്ചസാര, പിന്നെ ഒരു അല്പം വിനീഗർ. ഇതാണല്ലോ നമ്മൾ സോസിന് ഉണ്ടാവുക. പിന്നെ നമ്മൾക്ക് ഉള്ളത് പുളിയും എരിവുമാണ്. അത് നമ്മൾ കൊണ്ടാട്ടത്തിൽ വേറെ ഇട്ടാൽ മതി. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് 1.5 സ്പൂണ് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 കൊണ്ടാട്ട മുളക് പൊട്ടിച്ചതും പിന്നെ സവോള ഇതേപോലെ പൊടിയായി കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിടുക. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. ഇനി നമ്മൾക്ക് അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. കാരണം നമ്മൾ മുളക് ക്രഷ് ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സോയ ബോയിൽ ചെയ്യുമ്പോഴും അല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മളൊരു 3/4 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റുക. പിന്നെ ആ പൊടിച്ച ജാറിൻ്റെ അത് കഴുകിയിട്ട് കുറച്ച് വെള്ളം അതുകൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അത് നന്നായി തിളച്ച് വെന്ത് വരട്ടെ. ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇതേപോലെ സോയ കൊണ്ടാട്ടം ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റാണ്. പകുതി കട്ട് ചെയ്തിട്ടുണ്ട് സോയ, ഇതേപോലെ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തക്കാളി പേസ്റ്റ് ഉണ്ടാക്കിയ പോലെ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി പേസ്റ്റ് ഇതേപോലെ കുറച്ച് അധികം നമ്മളന്ന് അരച്ച് ചേർക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾക്കിതിലേക്ക് കുറച്ച് വേണ്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര മാത്രം ചേർത്തത്. ഒരല്പം കൂടി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. ആ മസാലയൊക്കെ ഒന്ന് ചേർന്ന് പിടിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്തു. ഒരല്പം എണ്ണ കൂടി അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അടിപൊളി സോയ കൊണ്ടാട്ടം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ എരിവെല്ലാം ബാലൻസ് ചെയ്യാൻ നല്ല ടേസ്റ്റിനും വേണ്ടി ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞു. ചെറുനാരങ്ങയുടെ നീര് എന്തായാലും ഇതേപോലുള്ള എല്ലാ ഐറ്റംസിലും ചേർക്കാം, നല്ല ടേസ്റ്റാണ്. 1 മിനിറ്റ് കൂടി ഇതാന്ന് ഞാനതിന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സോയ കൊണ്ടാട്ടം അവിടെ റെഡിയായി വന്നു. അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, ചോറിനും കഴിക്കാം. സൂപ്പർ സോയ കൊണ്ടാട്ടം ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു. ഇനി നമ്മൾക്കത് വേറെ പാത്രത്തിലേക്ക് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. ഇന്നിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കുന്നത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്